തീർച്ചയായും നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഖത്മുൽ ഖുർആൻ്റെ 105-ാമത്തെ ക്ലാസ്സാണ്. സൂറത്ത് യൂനുസിൻ്റെ 106-ാമത്തെ ആയത്ത് മുതൽ. കാണുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിച്ചാൽ ഒന്നുകൂടി നമുക്ക് ബെറ്ററാകും. ഇല്ലാത്ത ആളുകൾ, ഇപ്പോൾ മുന്നിൽ മുസാഫ് ഇല്ലാത്ത ആളുകൾ സ്ക്രീനൊക്കെ ഒന്ന് വലുതാക്കി കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ക്ലാസ് നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയ കാര്യങ്ങൾ, ടിപ്സുകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ പാരായണത്തിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാവുന്നതാണ്. ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കണം. അതുപോലെ തന്നെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ നോക്കിയിട്ട് കിട്ടാത്ത പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. എവിടെയാണോ നിർത്തുന്നത് ആ നിർത്തുന്ന അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം. അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനില്ലെങ്കിൽ അല്ലെങ്കിൽ തൻവീൻ ഫത്ഹൊന്നും ഇല്ലെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്തേണ്ട രൂപങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ ക്ലാസ് ആദ്യം തുടങ്ങാം. അപ്പോൾ മിനല്ലാലിമീൻ ന എന്നാണുള്ളത്. അവസാനം എന്ത് ചെയ്യണം? നീട്ടാനൊന്നില്ല, തൻവീൻ ഫത്തുഹും ഇല്ല. അപ്പോൾ പിന്നെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. മീൻ നൂന് സുക്കൂൻ കൊടുത്തു. നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ അക്ഷരത്തിൻ്റെ നേരെ മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അതിന് മദ് ആരിദ് എന്ന് പറയും. ഇനി പേര് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഓർമ്മയിൽ എന്ത് ചെയ്യുക, നിൽക്കാൻ വെക്കുക. ഓർമ്മയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുക. തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അവിടെ നീട്ടുകയും ചെയ്യുക. ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين. 107. وإن يمسسك الله بضر فلا كاشف له. ഹു എന്നാണുള്ളത് അല്ലേ? ഹാത്തായി ഇതൊക്കെ നീ അവസാനം സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക. ലഹു എന്നുള്ളത് ലഹ്. ഫലാ കാശിഫ ലഹ്. ഫലാ കാശിഫ് അവിടെയാണ് നിർത്തുന്നതെങ്കിൽ കാശിഫ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ കാശിഫ് ഫായിന് സുക്കൂൻ ചെയ്യുക. തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല. അപ്പോൾ അതുപോലെ നിർത്തിയാൽ മതി. കാശിഫ് ഫലാ കാശിഫ്. അപ്പോൾ അവിടെയൊക്കെ നിർത്തണം എന്നല്ല പറഞ്ഞത്. നിർത്തുകയാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും ആ നിർത്തുന്ന സ്ഥലത്ത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ നിർത്തുന്നതിന് ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം. അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. ഇല്ലാ ഹുവ എന്നാണുള്ളത്. അവിടെ നിർത്തുമ്പോൾ വാവിന് സുക്കൂനായിട്ട് മാറും. അവസാനത്തെ അക്ഷരം സുക്കൂനാകുമ്പോൾ പിന്നെന്ത് ചെയ്യും? ആ വാവ് എന്തായിട്ട് മാറും? നീട്ടാനുള്ള അക്ഷരമായിട്ട് മാറും. فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله
فلا راد لفضله. ഈ മദ് പ്രത്യേകം ശ്രദ്ധിക്കണം. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം മദ് വന്നു അല്ലേ, ചിഹ്നം വന്നില്ലേ, ശേഷമുള്ളത് ശബ്ദോ സുക്കൂനോ ആണെങ്കിൽ മദ് ലാസിമാണ് വരിക, പ്രത്യേകം നീട്ടണം. فلا راد لفضله يصيب به من يشاء من عباده. ഇബാദി എന്നല്ല, ഇബാദിഹ്, ഹാഇന് സുക്കൂൻ വരണം. وهو الغفور الرحيم. وهو الغفور الرحيم. മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് യാ നീട്ടാനുണ്ട്, അവിടെ റഹീം. വഹുവൽ ഗഫൂർ അവിടെയാണ് നിർത്തുന്നതെങ്കിൽ റാഇന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള വാവാണ് വന്നിട്ടുള്ളത്, അവിടെയും നീട്ടണം. وَإِن يَمْسَسْكَ اللَّهُ بِضُرٍّ فَلَا كَاشِفَ لَهُ إِلَّا هُوَ وَإِن يُرِدْكَ بِخَيْرٍ فَلَا رَادَّ لِفَضْلِهِ يُصِيبُ بِهِ مَن يَشَاءُ مِنْ عِبَادِهِ وَهُوَ الْغَفُورُ الرَّحِيمُ. قُلْ يَا أَيُّهَا النَّاسُ قَدْ جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه. ഇവിടൊക്കെ ശ്രദ്ധിക്കുക. ഖുൽ യാ മദ്ദുണ്ട്, കുൽ എന്നല്ല, ഖുൽ യാ അയ്യുഹൻ നാസു ഖദ് ജാഅക്കും. ചില സ്ഥലങ്ങളിൽ ജാഅത്ത് എന്നൊക്കെ ഉണ്ടാവും, ഇവിടെയുള്ളത് ശ്രദ്ധിക്കുക. ഖദ് ജാഅക്കുമുൽ ഹഖ്, ജാഅക്കുമു, പിന്നെയുള്ളത് ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ൽ വന്നാൽ ചേർത്തി വായിക്കുമ്പോൾ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കൂല, ആ ചിഹ്നമുള്ള അലിഫ്, അതിൻ്റെ പേരാണ് ഹംസത്തുൽ വസ്ൽ. പിന്നെയുള്ളത് ലാമാണ്, ലാമിന് സുക്കൂനുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വേഗം കൂട്ടി യോജിപ്പിക്കുക. ഖദ് ജാഅക്കുമുൽ ഹഖ്, കൂട്ടി യോജിപ്പിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരാൾ ഖദ് ജാഅക്കും അവിടെ നിർത്തിയാൽ മീമിന് സുക്കൂന് വന്നു, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണ്ടേ, അപ്പം മീമിന് സുക്കൂൻ വന്നു. ഇനി ബാക്കിയാണ് ഓതുന്നതെങ്കിൽ അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അലിഫും ലാമും വരുന്ന സ്ഥലങ്ങളിൽ അവിടെ പിന്നൊന്നും നോക്കണ്ട, അവിടെ ആ എന്നാണ് പറയുന്നത്. അൽ ഖദ് ജാഅക്കും എന്ന് നിർത്തി. ഇനി നിർത്തിയിട്ട് എടുത്തു ഓതുമ്പോൾ ഖദ് ജാഅക്കുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നമ്മൾ എങ്ങനെയാണോ ഓതുന്നത് അതുപോലെയാണ് ഓതുന്ന ഭാഗമാണ് ശരിയാക്കേണ്ടത്. നിർത്തി ഓതിയാൽ ജാഅക്കും, ഇനി അടുത്ത് ഓതുമ്പോൾ അൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ഇനി നിർത്തി ബാക്കി തന്നെ എടുത്ത് ഓതാണ്, അതല്ല അവിടെ നിർത്താതെ ഓതാണ്. ഖുൽ യാ അയ്യുഹൻ നാസു ഖദ് ജാഅക്കുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ഇഹ്തദാ. അപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിൽ ഫമൻ ഇഹ്തദാ, അലിഫാണ് നീട്ടാനുണ്ട്. അപ്പോൾ ദ എന്ന്, ദ എന്നല്ല, ദ ഒരു അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ഫമൻ ഇഹ്തദാ അവിടെ നീട്ടാനുണ്ട്, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഫഇന്നമാ യഹ്തദി അവിടെ നിർത്തുകയാണെങ്കിൽ യഹ്തദി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ. ഫഇന്നമാ ശദ്ദുൽ നൂന് മീമ് ഇവയൊക്കെ നീളം മണിക്കേണ്ട സ്ഥലമാണ്, മണിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മണിക്കുക. فإنما يضل عليها وما أنا عليكم بوكيل. وما أنا, أنا എന്ന് വായിക്കരുത്, അന എന്നുണ്ട്, പക്ഷേ അവിടെ നിർത്തുമ്പോഴേ അന എന്ന് പറയുള്ളൂ. വമാ അന മതി, നിർത്തുകയാണ്. അവിടെ നിന്നിപ്പോൾ നിർത്തേണ്ട ആവശ്യമില്ല. വമാ അന അലൈക്കും, അതിൻ്റെ മുകളിൽ
ആ അലിഫിൻ്റെ മുകളിൽ ഒരു 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കുകയില്ല എന്നതിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വമാ അന അലൈക്കും ബിവകീൽ. ഒന്നുകൂടെ ഓതി നോക്കി. ഒന്നുകൂടി നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതിൻ്റെ പുറമെ നമ്മൾ 2 പ്രാവശ്യം ഇപ്പോൾ ഓതും, അപ്പോൾ 2 ഖത്മായി. ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് പൂർത്തിയാകലോടുകൂടി 2 ഖത്മാവും. പിന്നെ അവസാനം നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഒന്നും കൂടി ഓതും, അപ്പം എന്ത് ചെയ്യും 3 വട്ടമാവും. അപ്പോൾ അങ്ങനെ 3 വട്ടം ഓതി നമുക്ക് ഈ ക്ലാസ് തീരുന്നതോട് എന്നാണ് തീരുന്നത് അന്ന് നമുക്ക് 3 ഖത്ബ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അല്ലാഹു തആല പൂർത്തീകരിക്കാനുള്ള തൗഫീഖും തുടർന്നും ധാരാളം ഖത്മുകൾ തീർക്കാനുള്ള തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل. അലൈക്കും ബിവകീൽ. മീമിൻ്റെ ശേഷം ബാ വന്നാൽ മീമ് സുക്കൂനുള്ള മീം വന്നാൽ ഇവിടെ ഒന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ് അല്ലെ. ഒന്നില്ലെങ്കിൽ 0 എന്ന് പറയല്ലോ, അതുപോലെ സുക്കൂനാണ്. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹ് കസ്ർ വമ്മ, ഇതാണ് ഹർക്കത്ത്. അല്ലെങ്കിൽ ഡബിൾ ഫത്ത്, ഇതൊക്കെ എന്താണ് ഹർക്കത്താണ്. ഒന്നുമില്ലാതെ വന്നാൽ സുക്കൂനാണ് നർത്ഥം. അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് പണിക്കുക. അലൈക്കും ബിവകീൽ. മീമിൻ്റെ ശേഷം മീമ് തന്നെ വന്നാൽ ഒരു മീമ് ഉച്ചരിക്കുകയും അല്ലേ, ആദ്യത്തെ മീമ് രണ്ടാമത്തെ മീമിന് കൊടുത്ത് കൂട്ടി മിക്സാക്കി ഒരു മണിക്കുകയും ചെയ്യാം. അതിനാണ് ഇത് ഗുന്ന. ഇവിടെ ഇഖ്ഫാ. ബാക്കി ഏത് വന്നാലും സുക്കൂണുള്ള മീമ് എവിടെ വന്നാലും അതിന് ചിഹ്നമുണ്ടെങ്കിൽ അത് ഇദ്ഹാർ ചെയ്യേണ്ട സ്ഥലമാണ്, വ്യക്തമാക്കേണ്ട സ്ഥലമാണ്. واتبع ما يوحى إليك واتبع ما يوحى إليك 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 ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് യാഇന് സുക്കൂന്, യാഇന് മാത്രമാണ്. തൊട്ട് മുമ്പ് യാഇന് സുക്കൂന്, അതിൻ്റെ മുമ്പ് ഫത്ഹ ആണെങ്കിൽ മദ് ലീന് വരും. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇലൈക്ക് ചെറിയ നിലക്ക് ഒന്ന് നീട്ടുക. ഇലൈക്ക് അല്ല, ഇലൈക്ക്. കാഫിന് സുക്കൂന്, യാഇന് സുക്കൂന്, മുമ്പ് ലാമിന് സുക്കൂനാണ്. അപ്പോൾ മദ് ലീന് വരും. മദ് ലീന് വന്നാൽ ലീനിൻ്റെ ഒരേ അക്ഷരമാണ് യാ. ഇലൈക്ക് മദ്ദുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മദ് ലീന്. ഇത് വഖഫ് ചെയ്യുമ്പോഴേ വരുള്ളൂ. ബിവകീൽ ഇത് മദ് ആരിതാണ്. ലാമിന് സുക്കൂന് വന്നു, തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നാൽ അവിടെ മദ് ആരി, പുതിയൊരു മദ് ഉണ്ടാവുകയാണ്. നിർത്തുമ്പോഴേ ഈ 2 മദ് വരികയുള്ളൂ. അതിൻ്റെ ചിഹ്നം പ്രത്യേകിച്ച് കാണൂല. നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം ഈ മദ് ലീനും മദ് ആരിതും മനസ്സിലാക്കാൻ. മദ് ആരിദ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മദ് നീട്ടാനുള്ള അക്ഷരം ഏതൊക്കെ? അലിഫ്, യാ, വാവ്. ഇതാണ് നീട്ടാനുള്ള അക്ഷരം. നീട്ടാനുള്ള അക്ഷരം വന്നാൽ മദ് ആരിദ് വരും. അപ്പോൾ അവിടെ ബിവകീൽ. എന്നാൽ ഇലൈക്ക് എന്നുള്ളിടത്ത് കാഫിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം എന്നല്ല, അവിടെ യാഇന് സുക്കൂനാണ്. അല്ല, അസിലിയായ ചിഹ്നം, സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാകും. അതിൻ്റെ മുമ്പ് ഫത്ത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഇലൈക്ക് വസ്ബിർ ഹത്ത. ഇവിടെ വസ്ബിർ എന്ന് പറയരുത്. വസ്ബിർ. റഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്തിട്ടാണ്, ലഘുവാക്കി കനം കുറച്ചാണ് ഓതേണ്ടത്. വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹ്. വസ്ബിർ വ അസ്ബിർ വ ഇസ്ബിർ വ ഉസ്ബിർ എന്നും വൈകരുത്. വ കഴിഞ്ഞതിന് ശേഷം ആ ചിഹ്നമുള്ള അലിഫ് ഹംസത്തുൽ വസ്ലാണ്, ഹംസയാണത്. അത് ചേർത്തി വായിക്കുമ്പോൾ അത് ഉച്ചരിക്കുകയില്ല. വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹ് വഹുവ ഖൈറുൽ ഹാകിമീൻ. വത്തബിഅ മാ യൂഹാ ഇലൈക. അവിടെ നിർത്തണമെന്നൊന്നുമില്ല. യൂഹാ ഇലൈക
അവിടെ നിർത്തുന്നില്ല എങ്കിൽ പിന്നെ മദ്യ വരില്ല. യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹ് വഹുവ ഖൈറുൽ ഹാകിമീൻ. സൂറത്ത് യൂനുസ് 109 ആയത്താണുള്ളത്. 109 ആയത്തും നമ്മൾ ഓതി. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് ചോദിക്കാം, പിന്നെ വാട്സപ്പിലായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ഒരു ഉമ്മ വിളിച്ചിരുന്നു, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷം അറിയിച്ചു. അൽഹംദുലില്ലാ, ഒരുപാട് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നും പറഞ്ഞു. മാത്രമല്ല മദ്രസയിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളതായ ഒരു ലോകത്തായിരിക്കുമല്ലോ. പഴയ കാലത്ത് അപ്പോൾ അങ്ങനെയുള്ള ഇന്നത്തെ കാലത്തുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മളെ പാരായണത്തിൽ ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേറെ ഇഷ്ടംപോലെ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലൊക്കെ മറ്റു ഉസ്താദുമാരുടെയൊക്കെ ലഭ്യമാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരമായിട്ട് കേൾക്കുന്നവരാണ്, അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം പാരായണം സാധാരണക്കാരായ ആളുകൾക്ക് പാരായണം, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പാരായണം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തഫ്സീറും കാര്യങ്ങളൊക്കെ അതിന് പറ്റിയ വലിയ വലിയ ഉസ്താദുമാർക്ക് ക്ലാസ് എടുക്കുന്ന ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. നമ്മുടെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പാരായണത്തിൽ വരുന്ന പിഴവുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അതൊക്കെ ഇല്ലാതാക്കി കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇതിനൊക്കെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ആ ഉമ്മ പറഞ്ഞത് അൽഹംദുലില്ലാഹ് വലിയ ഇതൊന്നുമില്ലാത്തൊരു ആവേശത്തോടു കൂടിയാണ് ആ ഉമ്മയൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് വിളിക്കാനോ മറ്റുള്ള സൗകര്യങ്ങളോ വാട്സപ്പിലോ കമൻറ്റോ ലൈക്കോ മറ്റോ ഒന്നും എനിക്കറിയില്ല. അത് ക്ലാസ് ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ മറ്റൊന്നും അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുക, കുട്ടികളോടോ ആരുടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെടുന്നവർ ഒഴിവുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പോൾ പ്രായമുള്ള ആളുകൾ ഉമ്മാർക്കും ഉപ്പാർക്കും എല്ലാവർക്കും എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഓതുന്നതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിൽ അത് നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിൽ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി തരുന്നതാണ്. അല്ലാഹു തആല എല്ലാം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു തആല വർദ്ധിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങൾ, രോഗങ്ങൾ അല്ലാഹു തആല അതൊക്കെ മാറ്റി പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും കൂടി ഓതി നോക്കാം. ഇന്ന് വളരെ കുറച്ച് ഭാഗമേ ഓതിയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده
وهو الغفور الرحيم قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم